ഹലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു വെള്ളാട്ട്? ഇതാണ് നായവെള്ളാട്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലെ ശ്രീ കുലവൻകാവിലാണ് ഉത്സവ സമയത്ത് അപൂർവമായിട്ടുള്ള ഈ ഒരു നായവെള്ളാട്ട് ഉണ്ടാവുക. ഈ ഒരു നായവെള്ളാട്ടിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനിത് നേരിൽ കാണാൻ പോകുന്നത്. എന്നെപ്പോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് വേങ്ങേരി കുലവൻകാവിലേക്ക് ഈ ഒരു വെള്ളാട്ട് കാണാൻ വേണ്ടി എത്തുന്നത്. ഈ ചടങ്ങിന് പിന്നിൽ ഒരു കുഞ്ഞു കഥയുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ആ കഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മലബാർ കലാപകാലത്ത് വേങ്ങേരി പ്രദേശം ഭരിച്ചിരുന്ന മൂസദ് വിഭാഗക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം അവിടുന്ന് പോവേണ്ടി വന്നു. അവർ പോകുന്ന സമയത്ത് അവരുടെ പ്രിയപ്പെട്ട നായയെ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർ ആ നായയെ അവരുടെ വിശ്വസ്തരായിട്ടുള്ള കാര്യസ്ഥന്മാരായ ചക്കിക്കും ചേനനും കൈമാറി. മക്കളില്ലാതിരുന്ന ചേനനും ചക്കിയും ഈ ഒരു നായയെ കുഞ്ഞിനെ പോലെയിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ഈ ദമ്പതികൾ കോവ പറിക്കാൻ വേണ്ടി പോയ സമയത്ത് ഭ്രാന്തൻ നായ വന്നിട്ട് തങ്ങളുടെ ഈ ഒരു നായയെ കടിക്കുകയാണ് ചെയ്തത്. കടിയേറ്റ നായ ഏറെ വൈകാതെ ചത്തുപോവുകയും ചെയ്തു. നായ ചത്ത വിവരം മൂസദമാരെ ചക്കിയും ചേനനും വേദനയോടെ തന്നെ അറിയിച്ചു. സ്വന്തമായിട്ട് ഭൂമിയോ സ്ഥലമോ ഒന്നും തന്നെ ചക്കിക്കും ചേനനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നായയെ അടക്കം ചെയ്യാനുള്ള സ്ഥലം വിട്ടു നൽകണമെന്ന് ദമ്പതികൾ അപേക്ഷിച്ചു മൂസദമാരോട്. അപേക്ഷ മാനിച്ച മൂസന്മാർ കമ്പളിത്താഴം വയലോരത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങളോടുകൂടി ഈ ഒരു നായയെ മറവ് ചെയ്തു. ശേഷം നായയെ മറവ് ചെയ്ത സ്ഥലം മലദൈവമായ കുലവൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് ഇതിന് പിന്നിലെ കഥ. ഇവിടെ ഈ കാണുന്ന കോമരങ്ങളെല്ലാം നായ്ക്കളെ പോലെ പരസ്പരം കടികൂടാനും ഭക്തരെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മാത്രമല്ല ഭ്രാന്തൻ നായയുടെ കടിയേൽക്കുന്നവർക്ക് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്ന ഒരു കാവ് കൂടിയാണ് ശ്രീ കുലവൻകാവ്. അവിലും നാളികേരവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നിങ്ങൾ ഈ ഒരു നായവെള്ളാട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.